പൈത്തൺ സീരീസിൽ ഒരു കോഡിംഗ് എക്സസൈസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. സോ നമ്മൾ യൂസറിനോട് ഒരു ഇയർ അടിച്ചു കൊടുക്കാൻ പറയുന്നു. ദെൻ ആ ഒരു ഇയർ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അതായത് നമ്മൾ പൈത്തന്റെ സ്ക്രിപ്റ്റ് വഴി നമ്മൾ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുവാണ് ഈ ഒരു കോഡിംഗ് എക്സസൈസിൽ വരുന്നത്. സോ നമുക്ക് എങ്ങനെ അത് ചെയ്തെടുക്കാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെബ്രുവരി 29th വരുന്ന ഇയേഴ്സ്, 4 വർഷം കൂടുമ്പോഴാണ് 29th വരുന്നത്. സോ അത് യൂസർ അടിച്ചു കൊടുക്കുന്ന ഒരു ഇയർ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്, എങ്ങനെയായിരിക്കും അത് ചെയ്തെടുക്കാൻ പറ്റുന്നത്? ഇൻപുട്ട് ഫംഗ്ഷനിൽ യൂസറിനോട് ചോദിക്കുന്നു, ഇയറിന്റെ വാല്യൂ ഒരു ഇയർ അടിച്ചു കൊടുക്കാൻ പറഞ്ഞ് ചോദിക്കുന്നു. സോ യൂസർ അടിച്ചു കൊടുക്കുന്ന ഏത് ഇയർ ആണോ അത് ഒന്നെങ്കിൽ ഒരു വേരിയബിളിലേക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. സോ ആ ഒരു വേരിയബിളിലേക്ക് ആ ഒരു ഇയറിന്റെ വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ നമുക്ക് ഈഫ് ലൂപ്പിൽ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഈഫ് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈഫ് ലൂപ്പിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ആദ്യമേ യൂസർ അടിച്ചു കൊടുക്കുന്ന ഇയർ എന്താണോ ആ ഒരു ഇയറിന്റെ വാല്യൂവിനെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്കതിനെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇൻറ്റീജറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട്, നമുക്കത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ ഒരു കോൺസെപ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലീപ്പ് ഇയർ ആയിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഇയറിനെ നമുക്കിപ്പോൾ 2023 ലീപ്പ് ഇയർ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യുന്നത്, ആ ഒരു ഇയറിനെ ഡിവിസിബിൾ ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ അതിനെ ഹരിച്ചിട്ട് അല്ലെങ്കിൽ ഹരിച്ചു നോക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതിന്റെ മോഡ്സ് അല്ലെങ്കിൽ അതിന്റെ ശിഷ്ടം വരുന്നത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് യൂസർ അടിച്ചു കൊടുക്കുന്ന ഒരു ഇയറിന്റെ വാല്യൂ എന്താണോ ആ ഒരു ഇയറിന്റെ വാല്യൂവിനെ അതിന്റെ മോഡ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മോഡുലാർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് സോ അതിന്റെ ഡിവിസിബിൾ കണ്ടുപിടിക്കുക. ദെൻ അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുക. സോ അതിന്റെ മോഡുലസ് സീക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യുക. സോ ആദ്യം അതിനെ 4 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യുക. അതിന്റെ മോഡ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. സോ ആദ്യം 4 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യുക. അപ്പൊ അതിന്റെ സീക്വൽ ടു 0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പം മോഡ്സ് ഒന്നും 0 ആണെങ്കിൽ അത് അടുത്ത ഓപ്ഷനിലേക്ക് ചെല്ലും. എൽസ് ആണെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. സോ ഇത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഓക്കെ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. അടുത്ത കണ്ടീഷനിൽ 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. സോ അതിന്റെ മോഡ്സ് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ സീക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ ഇതല്ല എങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. 0 മോഡ്സ് വരുന്നില്ല എങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആണ്. അത് ലീപ്പ് ഇയർ ആണ്. എൽസ് ആണെങ്കിൽ വീണ്ടും ഡിവിസിബിൾ ചെയ്യും. ആ സമയത്ത് 400 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യും. ദെൻ അതിന്റെ മോഡ്സ് വരുന്നത് സീക്വൽ ടു 0 ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അല്ല എങ്കിൽ ലീപ്പ് ഇയർ അല്ല. അപ്പൊ ആ രീതിയിലാണ് വർക്ക് ചെയ്യണേ. അതായത് 0 വെച്ചിട്ട് ആദ്യം ഡിവിസിബിൾ ചെയ്യും, 4 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യും. അതിന്റെ മോഡ്സ് വരുന്നത് 0 ആണെങ്കിൽ, 0 അല്ലെങ്കിൽ അത് നോട്ട് ലീപ്പ് ഇയർ ആണ്, ലീപ്പ് ഇയർ അല്ല. 0 ആണെങ്കിൽ അതിന്റെ മോഡ്സ് വരുന്നത് 0 ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. അടുത്ത കണ്ടീഷൻ ആദ്യം 4 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യും. അതിന്റെ വാല്യൂ 0 ആണെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോകും. അടുത്ത സെക്ഷനിൽ 100 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യും. സോ അതിന്റെ മോഡ്സ് 0 അല്ല എങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണ്. എൽസ് ആണെങ്കിൽ സീക്വൽ ടു 0 അല്ല എങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. 0 ആണെങ്കിൽ വീണ്ടും അത് എന്ത് ചെയ്യും? വീണ്ടും 400 വെച്ചിട്ട് വീണ്ടും ഡിവിസിബിൾ ചെയ്യും. ദെൻ അത് ട്രൂ ആണെങ്കിൽ അന്നേരം സീക്വൽ ടു അല്ല അതിന്റെ മോഡ്സ് 0 ആണ് വരുന്നെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. എൽസ് ആണെങ്കിൽ എന്താണ്? നോട്ട് ലീപ്പ് ഇയർ ആണ്. എൽസ് ആണെങ്കിൽ നോട്ട് ലീപ്പ് ഇയർ ആണ്. അതുപോലെ തന്നെ ഇവിടെ എൽസ് ആണെങ്കിൽ അത് നോട്ട് ലീപ്പ് ഇയർ ആണ്. അതായത് 4 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യുന്ന സമയത്ത് മോഡ്സ് 0 അല്ല എങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കത്തില്ല. സോ മോഡ്സ് 0 ആണെങ്കിലാണ് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അടുത്ത കണ്ടീഷനിൽ 100 ചെക്ക് ചെയ്യും. 100 ഓക്കെ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. അടുത്ത കണ്ടീഷനിൽ 400 വെച്ചിട്ട് ചെയ്യും. അത് 100 ഓക്കെ അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. സോ നമുക്ക് പ്രാക്ടിക്കലും ചെയ്ത് നോക്കാം. സോ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി മനസ്സിലാവും. സോ അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ നമുക്ക് അതിന്റെ പ്രോഗ്രാമിംഗ് സൈഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നോക്കാം. സോ ഞാനപ്പോൾ പുതിയ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ലീപ്പ് ഇയർ എന്ന് നെയിം കൊടുത്തു. സോ നമുക്ക് ആദ്യമേ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസറിനോട് ചോദിക്കണം. അപ്പോൾ യൂസറിനോട് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എൻ്റർ ഇയറിന് അടിച്ചു കൊടുത്തു. ദെൻ ഇതിനെ നമുക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്കിലാണ് അതിനെ നമുക്ക് മോഡ്സ് അല്ലെങ്കിൽ ഡിവിസിബിൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ നമുക്കിനി ഈഫ് ലൂപ്പിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഈഫ് ലൂപ്പിൽ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 4 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇയർ
അതിനെ ഡിവിസിബിൾ ചെയ്തിട്ട് വരുന്ന വാല്യൂ അതിൻ്റെ മോഡ്സ് 4 വെച്ചിട്ടാണ് ഡിവിസിബിൾ ചെയ്യുന്നത്. സോ അതിൻ്റെ വാല്യൂ 0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആണ് എങ്കിൽ നമുക്ക് എന്താണ്, ആണെങ്കിൽ വീണ്ടും ഈഫ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറും. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഈഫ് ലൂപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീണ്ടും ഇയറിനെ ഡിവിസിബിൾ ചെയ്തിട്ട് അതിൻ്റെ മോഡ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. സോ ഇവിടെ 100 വെച്ചിട്ടാണ് ഡിവിസിബിൾ ചെയ്യുന്നത്. സീക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഈഫ് ലൂപ്പിൻ്റെ കേസിനകത്ത് ആ ഈഫ് ലൂപ്പിൻ്റെ എൽസ് ആണെങ്കിൽ എന്തായിരിക്കും, എൽസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ പ്രിന്റ് ഫംഗ്ഷനിൽ നമുക്ക് കൊടുക്കാം. പ്രിന്റ് ഫംഗ്ഷനിൽ നമുക്ക് നോട്ട് ലീപ്പ് ഇയർ എന്ന് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ഇവിടെ ആദ്യം 4 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്തു. അത് ഓക്കെ ആണെങ്കിൽ 100 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യും. അത് എൽസ് ആണെങ്കിൽ ആ 100 വെച്ച് ചെക്ക് ചെയ്യുന്നത് എൽസ് ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. സോ നമുക്ക് എൽസിൻ്റെ ഉള്ളിൽ പ്രിന്റ് ഫംഗ്ഷൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാം ലീപ്പ് ഇയർ ആണെന്ന് പറഞ്ഞു കൊടുക്കാം. ഈഫ് ലൂപ്പിന്റെ ഉള്ളിൽ കയറിയിട്ടാണെങ്കിലോ, ഈഫ് ലൂപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് അത് മോഡ്സ് 0 ആവും വരുന്നെങ്കിൽ വീണ്ടും നമ്മൾ ഈഫ് ലൂപ്പിനകത്ത് ആ ഇയറിനെ 400 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യും. അന്നേരം അതിന്റെ മോഡ്സ് 400 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്തു. ദെൻ അതിന്റെ മോഡ്സ് സീക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ഫംഗ്ഷനിൽ അത് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ ലീപ്പ് ഇയർ കണ്ടുപിടിക്കുന്നുണ്ട്. 100 വെച്ചിട്ട് ചെയ്യുമ്പോൾ മോഡ്സ് 0 അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. 0 വരുവാണെങ്കിൽ വീണ്ടും 400 വെച്ചിട്ട് ചെയ്ത് നോക്കും. അന്നേരം അത് ഓക്കെ ആണെങ്കിൽ ലീപ്പ് ഇയർ ആയിട്ട് വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ അത് നോട്ട് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് തന്നെ കോപ്പി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ എൽസും കൂടി കൊടുക്കണം. ഇവിടെ സെമിക്കോളൻ ഇടാം, അല്ല സെമിക്കോളൻ അല്ല കോളൻ ഇടുക. സോ ഇതിന്റെ എൽസ് കൊടുക്കേണ്ടത് പ്രിന്റ് ഫംഗ്ഷനകത്ത് നോട്ട് എ ലീപ്പ് ഇയർ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് എഴുതുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഞാനത് റൺ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ആദ്യമേ എൻ്റർ എ ഇയർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 2023 അടിച്ചു കൊടുക്കാം. സോ ഈ 2023 നോട്ട് ലീപ്പ് ഇയർ ആണ്. ഡിവിസിബിൾ ചെയ്യണ സമയത്ത് അത് ലീപ്പ് ഇയർ അല്ലാന്ന് കണ്ടുപിടിച്ചു. സോ 2024 ലീപ്പ് ഇയർ ആണ് വരുന്നത്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2024 ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം വരുന്ന ലീപ്പ് ഇയർ ആണ്. ഇനി ഏതെങ്കിലും പഴയ വർഷങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ റൺ ചെയ്യാം. ഒന്നാമത്തെ വർഷം ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ 1 അടിച്ചു കൊടുത്തു. അത് ലീപ്പ് ഇയർ ആയിരുന്നില്ല. സോ നമുക്കൊന്നും കൂടെ റൺ ചെയ്യാം. രണ്ടാമത്തെ വർഷം അടിച്ചു നോക്കാം. അതും ലീപ്പ് ഇയർ ആയിരുന്നില്ല. മൂന്നാമത്തെ വർഷം ലീപ്പ് ഇയർ ആയിരുന്നില്ല. നാലാമത്തെ വർഷം ലീപ്പ് ഇയർ ആയിരുന്നു. അപ്പോൾ ആ രീതിയിലാണ്. അതുപോലെ റാൻഡായിട്ട് വേറൊരു ഇയർ അടിച്ചു കൊടുക്കാം. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഏതെങ്കിലും 3567 ആ ഒരു വർഷം ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ ഉള്ള ഏതെങ്കിലും വർഷം കിട്ടുമോ നോക്കാം. 1920 അടിച്ചു നോക്കാം. 22 അതും ലീപ്പ് ഇയർ അല്ല. സോ ഈ രീതിയിൽ യൂസർ അടിച്ചു കൊടുക്കുന്ന ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഈ ഒരു സെക്ഷൻ അത് വരുന്നത്. സോ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം എഴുതി നോക്കുക, ഔട്ട്പുട്ട് എടുത്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. സോ ഇതിനകത്ത് ഡിവിസിബിൾ ചെയ്തിട്ട് അതിൻ്റെ മോഡ്സ് കണ്ടുപിടിക്കുന്നു. ദെൻ ആദ്യം 4 വെച്ചിട്ട് ഡിവിസിബിൾ ചെയ്യുന്നു. അതിൻ്റെ മോഡ്സ് 0 ആണെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല എന്ന് അസൈൻ ചെയ്യുന്നു. ദെൻ 100 വെച്ചിട്ട് അതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും 100 വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഈഫിൻ്റെ ഉള്ളിൽ അടുത്ത ഈഫ് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഈഫ് വർക്ക് ചെയ്യുന്നു. ആ രീതിയിലാണ് ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. സോ നിങ്ങൾ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ട് നോക്കുക. ദെൻ നിങ്ങൾ ഈ പ്രോഗ്രാം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.